കോഴിക്കോട് കുണ്ടുങ്ങലിൽ ഭാര്യയെ ആക്രമിച്ചെന്ന പരാതിയിൽ ഭർത്താവ് അറസ്റ്റിൽ. കുണ്ടുങ്ങൽ സ്വദേശി CK നൌഷാദാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. പെട്രോൾ നിറച്ച കുപ്പിയുമായി എത്തി അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നും മുറ്റത്തുനിന്നുണ്ടായിരുന്ന ഇരുചക്ര വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിച്ചുവെന്നും പരാതിയിലുണ്ട്. വിവരങ്ങളുമായി ദൃശ്യ പുതിയടത്ത് ചേരുന്നുണ്ട്. ദൃശ്യ, എന്താണ് സംഭവം? പോലീസ് എന്ത് നടപടിയെടുത്തു? ധന്യ, ഈ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ പരാതിക്കാരിയുടെ വീട്ടിലേക്ക് അവരുടെ അച്ഛനും അമ്മയും, ഇവർ ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്, ഇവരുടെ വീട്ടിലേക്ക് ഈ പരാതിക്കാരിയുടെ അച്ഛനും അമ്മയും വരുന്നു. ഇത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് നൌഷാദ് എന്ന ഇവരുടെ ഭർത്താവ് ഇവരെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന സ്ഥിതി ഉണ്ടായി. ഈ അച്ഛനെയും അമ്മയും പുറത്താക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. ഈ കുണ്ടുങ്ങലിലാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ഇരുവരും രണ്ടാം വിവാഹമായിരുന്നു. 1 വർഷം മുൻപാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. 4 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. അതായത് ഈ കുറച്ച് നാളുകളായി തന്നെയും ഭർത്താവ് തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാറുണ്ട് എന്നാണ് ഈ ഭാര്യ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ അച്ഛനും അമ്മയും പോയതിന് ശേഷം ഈ ഭർത്താവ് ഇവരെ, നൌഷാദ് എന്നയാൾ ഇവരെ കാര്യമായി മർദ്ദിക്കുന്നുണ്ട്. അതായത് മൂക്കിനും പുറത്തുമടക്കം ഈ കത്തി കൊണ്ട് കുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് രാത്രി തിരിച്ചു വന്നത് പെട്രോളിൻ്റെ കുപ്പിയുമായാണ്. അതിനിടയിൽ ഇവർക്ക് പട്ടിക വെച്ച് ഇവരുടെ തലയിലേക്ക് അടിക്കാൻ ശ്രമിക്കുന്നു. ഇവർ പെട്ടെന്ന് അകത്ത് കയറി വാതിലടച്ചത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ജീവൻ രക്ഷിക്കാനായത്. പിന്നീട് വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് ഈ പെട്രോൾ ഉപയോഗിച്ച് മുറ്റത്ത് ഈ പരാതിക്കാരി ഉപയോഗിച്ചിരുന്ന പരാതിക്കാരിയുടെ സഹോദരിയുടെ സ്കൂട്ടർ ഇവർ പെട്രോൾ ഉപയോഗിച്ച് കത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. എന്തായാലും നിരന്തരമായി ഇയാൾ തന്നെ പീഡിപ്പിക്കാറുണ്ടായിരുന്നു, ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് ഇവരിപ്പോൾ ചെമ്മങ്ങാട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ നൌഷാദ് രണ്ടാം വിവാഹം ചെയ്തതാണ് ഇവർ മുക്കം സ്വദേശിനിയാണ്. ഇതിന് ശേഷം ഇവർ ഈ പോലീസിൽ പരാതി നൽകുകയും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. പിന്നീട് നൌഷാദിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 5 വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ധന്യ. ശരി ദൃശ്യ.